ഈ ഐഡിയോളജി കൊണ്ട് ആ, എന്താണ് കഴിക്കാനൊന്നും വയറ്റി പോകത്തില്ല. അതാണ് ജനത്തിന്റെ, അതായത് ജനം വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആളുകളാണ്. നമ്മളിപ്പോ ഐഡിയോളജിക്കകത്ത് ഐഡിയോളജിയുടെ റേറ്റിംഗ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ആ, എന്താണ് മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുക, ഗരീബി ഹഠാവോ, എന്നിട്ട് അത് ചെയ്യാതിരിക്കുക. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ എന്തോ ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇതിന്റെ ജനം നോക്കുന്ന വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ പൊളിറ്റീഷ്യൻസിന്റെ ഇമാജിനേഷൻസിലൂടെ ഒന്നും കടന്നു പോകുന്ന, അല്ലെങ്കിൽ അതിന് തക്കതായ എന്താണ് ഒരു ഗ്രാവിറ്റി ഉള്ള പൊളിറ്റീഷ്യൻസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പിന്നെ തേജസ്വി യാദവിന്റെ RJD കാര്യം പറയുകയാണെങ്കിൽ അവരെ പറ്റി ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വളരെ സൗഹൃദപരമായിട്ട് അവര് ജനത്തിനെ സമീപിക്കുകയും പിന്നീട് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ കുടുംബത്തിന് വേണ്ടി കാര്യങ്ങൾ നോക്കാൻ തുടങ്ങുകയും ചെയ്യും എന്നുള്ള ഒരു ഇമേജ് RJD പറ്റി നിലനിൽക്കുന്നുണ്ട്. ഈ പറയുന്ന വിഷയത്തിൽ, അതായത് പെർസെന്റേജ് വോട്ട് അനുസരിച്ച് വോട്ട് കിട്ടിയില്ല എന്ന് ഇന്നലെ തന്നെ ഞാൻ അതിന്റെ എന്താണ് ടേബിൾ കണ്ടിരുന്നു. ടേബിൾ കണ്ടപ്പോൾ എനിക്ക് ചിരിക്കാനാണ് തോന്നി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പൊളിറ്റിക്സും ബേസിക് മാത്തമാറ്റിക്സും കൂടെ ചേരാത്ത വിധത്തിൽ ചേർത്ത ഒരു സാധനമാണത്. നമുക്ക് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പില് 14 അല്ലെങ്കിൽ 20% മാത്രമുള്ള ഒരു കക്ഷിയാണ് BJP. BJPക്ക് ഇവിടെ ഒരു MP ഉണ്ട്. ഏതാണ്ട് 27% മേളിൽ ഉള്ള വോട്ടുള്ള CPM-ന് ആകെപ്പാടെ ഒരു MP ഉള്ളൂ. പിന്നെ വോട്ടിന്റെ ഷെയർ കൂട്ടുകയാണെങ്കിൽ CPIക്ക് ഇഷ്ടം പോലെ വോട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവർക്കുള്ള MP-യുടെ എണ്ണം എന്ന് പറയുന്നത് 0. ലീഗിന് 2. ലീഗിന് വോട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ ഇല്ല. പക്ഷേ പെർസെന്റേജ് കുറവുള്ള കോൺഗ്രസിന് ധാരാളം MP-മാരുണ്ട്. എത്രയാണ്? 16ഓളം MP-മാരോ 14ഓളം MP-മാര് കോൺഗ്രസിനുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് നേരത്തെ ചെറിയാൻ പറഞ്ഞ പോലെ നമ്മൾ പെർസെന്റേജ് എടുത്തിട്ടല്ല ഈ ഇന്ത്യയിലെ വോട്ടിംഗ് എന്താണ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അതിന്റെ ഇപ്പൊ നമുക്ക് നിലവിലുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഇതില് പറഞ്ഞതിൻ്റെ അകത്തെ ബേസിക് കാര്യം, അതായത് ചെറിയാൻ പറഞ്ഞതിൻ്റെ അകത്തെ ബേസിക് കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസോ ഇന്ത്യ മുന്നണിയോ അവരുടെ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. 2, അവരുടെ എന്താ അതന്നെ. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്കൊരു ഹോംവർക്കും ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മളൊരു നേതാവിനെ പ്രൊജക്ട് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ ആ നേതാവിനെ കൊണ്ട് രക്ഷപ്പെടാൻ ഒക്കും എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്തിലല്ല ഇന്ന് ഇന്ത്യ. കാരണം ജനത്തിന് ഒരുപാട് എക്സ്പോഷർ ഒക്കെ ഉണ്ട്. ഇപ്പം ബീഹാർ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും മുന്നോട്ട് ഇപ്പം ഇത് പോട്ടെ, അതിൻ്റെ അകത്തെ അപ്പർ ക്ലാസ് ആണ് ഞാൻ പറയുന്നത്, കാസ്റ്റ് അല്ല, അപ്പർ ക്ലാസ്. അത് അവര് ഡൽഹി വന്ന് പഠിക്കുകയും വലിയ തലങ്ങളിൽ എത്തുകയൊക്കെ ചെയ്യുമ്പോൾ പാവങ്ങൾ ഒരുപാട് പേര് അവിടെ കിടപ്പുണ്ടെങ്കിൽ പോലും ദേ ആർ എക്സ്പോസ്ഡ്. അവര് എക്സ്പോസ്ഡ് ആണ്. ഇപ്പം രാഹുൽ ഗാന്ധി നേരത്തെ ഒരു ദിവസം പറഞ്ഞതുപോലെ ഈ റീൽസ് കൊടുത്ത് മയക്കിയേക്കുകയാണ് എന്ന് പറഞ്ഞ് സത്യം. അപ്പൊ റീൽസിൽ കൂടെ ആളുകള് അത് ബീഹാറികളായാലും കടന്നു പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഈ ലോകത്തിനെ പറ്റി ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ആ പ്രൊജക്ഷന്റെ മുമ്പില് രാഹുൽ ഗാന്ധിക്കോ മറ്റ് ട്രഡീഷണൽ പൊളിറ്റീഷ്യൻസ്, അതായത് ഈ പറയുന്ന തേജസ്വിയെ പോലെയുള്ള ട്രഡീഷണൽ പൊളിറ്റീഷ്യൻസിന് പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ചിരാഗാണ്, ചിരാഗ് പസ്വാൻ. ചിരാഗ് പസ്വാനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബീഹാറിന്റെ സിറ്റുവേഷൻ, അപ്പൊ അയാൾക്കൊരു എക്സ്പെക്ടേഷൻ കാണും. അദ്ദേഹത്തിന്റെ പിതാവ് ആഗ്രഹിച്ചൊരു പദവിയാണ് ബീഹാർ മുഖ്യമന്ത്രി എന്നുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ചിരാഗ്. അപ്പം ചിരാഗിനെ സംബന്ധിച്ചിടത്തോളം ചിരാഗിന് ഈ പറയുന്ന സെൻസ് ഉണ്ടായി. അതായത് ഈ
ഒഴുക്ക് എങ്ങനെയാണ്, ആ ഒഴുക്കിനനുസരിച്ച് നിൽക്കുക. നാളെ അതിൽ ബി ജെ പി എൻ ഡി എ സഖ്യം വിട്ടുപോകാതിരിക്കും എന്നൊന്നും നമുക്ക് വിട്ടുപോകത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ വിടാം. പക്ഷേ അയാളുടെ ഒരു സെൻസിബിലിറ്റി, ചിരാഗിന്റെ ഒരു സെൻസിബിലിറ്റി, പിന്നെ വോട്ടേഴ്സിനെ ക്യാൻവാസ് ചെയ്യാനുള്ള കഴിവ്, അതെന്ന് പറഞ്ഞാൽ അയാൾ അതിലാണ് ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് അയാള് എൻ ഡി എയുടെ കൂടെ നിന്നിട്ട് ഈ പറയുന്ന വിജയം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബീഹാറിലെ ഒരു കിങ് മേക്കർ എന്ന് നമുക്ക് പറയാവുന്ന ചിരാഗ് പാസ്വാൻ തന്നെയാണ്. കാരണം അത് ഇച്ചിരി കടുപ്പമാണ്. അന്നത്തെ ലാലു അദ്ദേഹത്തിന്റെ അച്ഛനെ പറ്റി പറഞ്ഞത് മൗസം വിജ്ഞാനിക്ക് എന്നാണ്. അതായത് ഈ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് മാറാൻ അറിയുന്ന ആളിനെ ലാലു പറഞ്ഞത് മൗസം വിജ്ഞാനിക്, അതായത് കാലാവസ്ഥ നിരീക്ഷകൻ, നല്ല കാലാവസ്ഥ ശാസ്ത്രജ്ഞൻ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അത് പക്ഷെ ഇയാള് ഈ ചിരാഗ് പാസ്വാൻ ഡൽഹി വളർന്ന ഒരു പയ്യനാണ്. അതാണ് അതിന്റെ വ്യത്യാസം. രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ സ്മാർട്ട്നെസ് അയാൾക്കുമുണ്ട്. അപ്പൊ അയാൾ അറിഞ്ഞു കണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞത്. അയാള് അതിന്റെ അകത്ത് ചെയ്തത്, അയാള് ഗ്രാസ് റൂട്ടിലേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങി നിന്ന് വർക്ക് ചെയ്യാൻ തയ്യാറായി. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹം ബീഹാറി അല്ല. അദ്ദേഹം ബീഹാറിയാണോ അല്ലയോ എന്നുള്ളതല്ല, അതല്ല ബീഹാർ. എനിക്കറിയാം, ജോർജ് ഫെർണാണ്ടസിനെ പോലും അവര് അവസാന കാലഘട്ടത്തെ പൊരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ബീഹാറിയല്ല, എന്തുകൊണ്ട് ഇവിടെ വരുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട് ആ ക്യാമ്പിൽ തന്നെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഇന്ത്യൻ പൊളിറ്റിക്സ് മാറി. സോഷ്യലിസ്റ്റുകളൊക്കെ ബീഹാറിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് എത്ര സോഷ്യലിസ്റ്റുകൾ അവിടെ പോന്നു? അവർക്ക് ഞാൻ അങ്ങനെ അതല്ല പറഞ്ഞത്. ഇപ്പം രാഹുൽ ഗാന്ധി ബീഹാറിയാണോ എന്നുള്ള ചോദ്യമല്ല വരുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ബേസിക്സുകളിലേക്ക് പോകണം, അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലുകളിലേക്ക് പോയി വർക്ക് ചെയ്തില്ലെങ്കിൽ കോൺഗ്രസ് രക്ഷപ്പെടില്ല. കോൺഗ്രസിൽ ഇഷ്ടംപോലെ നേതാക്കന്മാരും സിമ്പത്തൈസേഴ്സും ഇപ്പോഴും സ്റ്റിൽ ഈ നിമിഷവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കെട്ടിപ്പടുത്തുകൊണ്ട് വരാൻ ഒരു പ്രയാസവുമില്ല. അതല്ല അദ്ദേഹത്തിന്റെ, രാഹുൽ ഗാന്ധിക്ക് ഇവർ ഉപദേശിച്ചു കൊടുക്കുന്നത്, അദ്ദേഹത്തിന്റെ ഉപദേശകർ ഉപദേശിച്ചു കൊടുക്കുന്നത് ചില ഷോബിസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനതയെ കുപ്പിയിലിറക്കാം എന്നുള്ളൊരു ധാരണ. ആ ധാരണ മാറ്റി കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എൻ ഡി എ സർക്കാരിന്റെ തകർച്ച തുടങ്ങുന്നത് അവിടെ ആയിരിക്കും. അത് ചെയ്യാത്തിടത്തോളം കാലം. അത് സമ്മതിച്ചു. നമ്മൾ ബീഹാറിലേക്ക് തിരിച്ചു വരുമ്പോ ഒന്ന് ഐഡിയോളജിയുടെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ. ഐഡിയോളജിയുടെ കാര്യം ഞാൻ പ്രത്യേകം പറയാം. കാരണം ഈ ബീഹാറിലെ വിജയം വെച്ചിട്ട് നാളെ 100-ാം വർഷം ആഘോഷിക്കുന്ന RSSന്റെ ഒരു സംഘടനയായ BJP ഞങ്ങൾ നാളെ ഹിന്ദു രാഷ്ട്രം കൊണ്ടുവരുമെന്ന് പറയുകയാണെങ്കിൽ, അവരുടെ ഐഡിയോളജിയുടെ വിക്ടറി ആണെന്ന് പറയുകയാണെങ്കിൽ അതല്ല എന്നുള്ളതാണ് ബീഹാറും പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, നമുക്ക് തിരിച്ച് ഇവിടെ ഇപ്പം അവരുടെ ഇലക്ഷൻ മെഷീനറിയുടെയും പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെയും വിജയമാണ്. അത് ഐഡിയോളജിയുടെ വിജയമല്ല എന്ന് മാത്രമാണ്. അപ്പൊ അവിടേക്ക് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രശ്നം എന്താണ്? ഇപ്പൊ ഇന്ന് കണ്ടില്ലേ, ഇവിടെ കാശ്മീരിലെ ഒരു ബ്ലാസ്റ്റില് 7 പോലീസുകാർ അയാളുടെ വീട് ID വെച്ച് തകർക്കുവാണ്. ഇപ്പൊ തൊട്ട് തന്നെ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോണ്ടിരുന്ന പോലീസ് സ്റ്റേഷൻ തകർന്നു പോയല്ലോ അവരുടെ. തകർക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഇത് കാണിക്കുന്നത് വളരെ, എനിക്ക് തോന്നുന്നത് വളരെ അപകടകരമായ ഒരു ഇതാണ്. കാശ്മീർ ജനതയുമായിട്ട് ഞങ്ങൾ പലരുമായിട്ട് സംസാരിക്കാറുണ്ട്. അവർ പറയുന്നത് കാശ്മീർ അത് മറ്റൊരു വിഷയമാണ്. അത് ഇതിന്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ ഇത് സഹായകരം ആകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ വിജയമാണ്, ഐഡിയോളജിയുടെ വിജയമല്ല. അതുകൊണ്ട് BJP-ക്കാർ അത്ര വലിയ അഹങ്കരിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ ഹിന്ദുരാഷ്ട്രം വന്നു എന്ന് കരുതേണ്ട കാര്യമില്ല. പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് മാർഗം ചിലപ്പോൾ നിങ്ങൾ നല്ലപോലെ വരാനുള്ള ഒരു സാധനവും, അതായത് പ്രാവർത്തികമാക്കാനുള്ള ഒരു സാധനവും മുദ്രാവാക്യമായിട്ട് ആരും അവതരിപ്പിക്കത്തില്ല എന്നുള്ളത്
നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഇന്ദിരാഗാന്ധി തൊട്ട് നമുക്ക് അടുപ്പം തുടങ്ങുന്നത് ഇന്ദിരാഗാന്ധി തൊട്ടാണ്. ഇന്ദിരാഗാന്ധി തൊട്ട് ഇന്ന് വരെയുള്ള ആളുകളുടെ മുദ്രാവാക്യം ഒരു വഴിക്ക് കിടക്കും, അവർ ചെയ്യാനുള്ളത് വേറൊരു വഴിക്കുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ദിരാഷ്ട്രം വരുന്നു എന്ന് BJP-ക്കാർ അവരുടെ അണികളെ കൊണ്ട് വിളിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എന്ന് പറയുന്ന അവർക്ക് ഒരു തണുപ്പ് കാലത്ത് ഒരു കമ്പിളിപ്പുതപ്പ് കൊടുക്കുന്ന പോലെ മാത്രം എടുത്താൽ മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ പലരും പറയാറുണ്ട് അശോക് മറ്റൊക്കെ പറയുന്നു കേൾക്കാൻ രസമുണ്ട് അത് പറയുന്നില്ലേ. അല്ല, അത് നമ്മളിപ്പോ കാണുന്ന സംഗതി അതാണ്. ഇപ്പം ഈ ഗവർണൻസ് എന്ന് പറയുന്ന സംഗതിയും പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നതൊക്കെ ഒരുപാട് അന്തരമുള്ള സാധനമാണ്. കാരണം നമ്മുടെ മിഷനറീസ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് മിഷനറി എന്ന് പറയുന്ന വേറെ വിധത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഫ്യൂല് വേറെയാണ്. എന്റെ അടുത്ത് എനിക്ക് അനുഭവം ഉണ്ടായി. എന്റെ ഒരു സുഹൃത്ത് ഒരു ബുക്ക് എഴുതി ഇന്ത്യൻ ദൈവങ്ങളുടെ ഇമേജുകളുടെ എവല്യൂഷനെ കുറിച്ച്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മള് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിങ്ങൾ അത് അയച്ചു കൊടുക്കൂ. ഇത് ലോകത്തെ കാണിക്കേണ്ട ഒരു സംഗതിയാണ്. നമുക്ക് ഇന്ത്യക്കാർക്ക് ഒത്തിരി ദൈവങ്ങളുണ്ട്, പക്ഷെ അവരെങ്ങനെ ഇത് ഈ പല ദൈവങ്ങളായിട്ട് വന്നു, എങ്ങനെ ഇമേജുകൾ വന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു IFS ഓഫീസർ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, ഇത് റിലീജിയസ് ആയിട്ട് ആണെങ്കിൽ ഞങ്ങളുടെ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം വെച്ചാൽ പൊളിറ്റിക്കൽ സംഗതികൾ എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ ഇപ്പോഴും പഴയ രീതിയിലാണ് ഞങ്ങൾക്കൊരു സിസ്റ്റം പോകുന്നത്. പക്ഷെ മന്ത്രി വിളിച്ച് പറയുവാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബോസസ് പറയുവാണ് ഇത് എടുക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എടുക്കും. അതൊരു എക്സെപ്ഷൻ ആണ്, റൂൾ അല്ല എന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞാണ് അതിന്റെ കാതലായ സംഭവം. അത് അഡ്മിനിസ്ട്രേഷൻ മെഷീനറി ഈസ് ടോട്ടലി ഡിഫറെന്റ്. അത് പക്ഷെ അശോക് പ്രശ്നം എന്താണെന്ന് അറിയോ, ആ മെഷീനറിയില് ഈ ഐഡിയോളജിക്കൽ ആൾക്കാരെ കടത്തി മാക്സിമം ഫില്ല് ചെയ്യാനാണ് ഈ സിസ്റ്റം ഇപ്പോഴത്തെ BJP സർക്കാർ ശ്രമിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അത് ജുഡീഷ്യറിയിലാണെങ്കിലും അഡ്മിനിസ്ട്രേഷനിലാണെങ്കിലും പോലീസിലാണെങ്കിലും ഒക്കെ അവിടെയാണ് നമുക്ക് പ്രശ്നമുള്ളത്. അത് അല്ലെങ്കിൽ വേറൊരു പ്രശ്നമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, BJP അല്ല നാളെ ആര് ഭരിച്ചാലും ഈ സിസ്റ്റം അതുപോലെ വിട്ടുകഴിഞ്ഞാൽ, ഇപ്പം അമേരിക്കയിലെ പോലെ സിസ്റ്റമാണ് അവിടെ. അവരുടെ സിസ്റ്റം റെസ്പോൺസ്, ട്രംപ് എത്രയൊക്കെ ഇത് കാണിച്ചാലും അയാളെ പിടിച്ചു നിർത്താൻ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഇല്ലാതാക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്നുള്ള ഒരു പേടി മാത്രമാണ് ഉള്ളത്. ബാക്കിയുള്ളൊന്നും ഒരു പ്രശ്നമില്ല. ആര് പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് നല്ലതായി കളിക്കുന്നോ അവർ അധികാരത്തിൽ വരും. അത് കോൺഗ്രസ് അല്ലെങ്കിൽ അവർക്ക് അധികാരത്തിൽ വരാൻ ചാൻസ് ഇല്ല. BJP ആണെങ്കിൽ അവരെ ശരിക്കും കിട്ടും. ഞാനിത് പെർസെൻറ്റേജ് വെച്ചത് ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മളിപ്പം തന്നെ ഒരുപാട് ദീർഘമായി, 25 മിനിറ്റ് ആകുന്നു. അത് ആളുകളെ, അതായത് രാഷ്ട്രീയത്തിൽ ഗ്രൗണ്ട് എന്താണ് ഗ്രൗണ്ടിൽ ചെയ്യുന്നതെന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അതിലേക്കാണ് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത്. ആ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ കേരളത്തിൽ CPM-നുള്ളത്. കാരണം അവർക്ക് ഇപ്പോഴും അവരുടെ ഗ്രൗണ്ട് വർക്ക് ചെയ്യാനായിട്ട് ആളുകളുണ്ട്. അപ്പൊ അവരെ മിഷനുണ്ട്. അവരെ നിലനിർത്താനായിട്ട് അവർ ചിലപ്പോൾ കിറ്റ് കൊടുത്തെന്നിരിക്കും, പെൻഷൻ വർദ്ധിപ്പിച്ചെന്നിരിക്കും. അപ്പം അതെന്ന് പറയുന്നത് പാർട്ടിക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളായിരിക്കും അവർ പ്രചരണ ആയുധമാക്കുന്നത്. അതാണ് ഇപ്പം BJP അത് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ബീഹാറിൽ അത് ഉപയോഗിച്ചാൽ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ് ഇന്ത്യയുടെ പൊളിറ്റിക്സിനെ ഇപ്പോൾ നയിക്കുന്നത്. അത് ആര് നന്നായി പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ചെയ്യുന്നോ അവരുടേതാണ് ഇന്ത്യയിലെ അധികാരം എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ അടുത്ത തിങ്കളാഴ്ച എത്തുന്നതാണ്.